വെൽക്കം ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക്. നമുക്ക് ഇന്ന് എങ്ങനെ ഫോറക്സിൽ ഒരു അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാം, അതും നമുക്ക് സിമ്പിൾ ആയിട്ട്. ഇപ്പം നമ്മളിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത് XNSSന്റെ ബ്രോക്കറാണ്. കാരണം വളരെ സിമ്പിൾ ആണ്. ഇന്ത്യയിലെ തന്നെ ഇപ്പോൾ ഒരു ലീഡിങ് ബ്രോക്കർ XNSS ആണ്. നമുക്ക് ഗൂഗിളിൽ ചെന്ന് XNSS എന്ന് ടൈപ്പ് ചെയ്യാം. സ്പെല്ലിങ് ശ്രദ്ധിക്കണം കേട്ടോ, വേറെ സൈറ്റിലൊന്നും ചെല്ലരുത്. ആദ്യം വരുമ്പോൾ തന്നെ ഇങ്ങനെ വരും. നിങ്ങൾക്ക് ഇങ്ങനെയും സ്റ്റാർട്ട് ചെയ്യാം, വേണമെങ്കിൽ എൻ്റെ ലിങ്ക് തരാം. ഞാൻ എൻ്റെ ഒരു പാർട്ട്ണർ ലിങ്കാണ്, നിങ്ങൾക്ക് അതുവഴിയും ട്രേഡ് ചെയ്യാം. അതുവഴി ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഇതുപോലത്തെ ഒരു സൈറ്റിലായിരിക്കും ചെല്ലുന്നത്. ആ ലിങ്ക് വഴി നമ്മൾ എടുക്കുവാണെങ്കിൽ ഇതേ വെബ് പേജിലായിരിക്കും വരുന്നത്. ഇതിൽ വന്നിട്ട് നമ്മൾ സൈൻ ഇൻ ചെയ്യുക, ക്രിയേറ്റ് ആൻ അക്കൗണ്ട് കൊടുക്കുക, കൺട്രി സെലക്ട് ചെയ്യുക. നമ്മളിപ്പോൾ കറൻ്റ്ലി ഇന്ത്യയാണ്, ഇന്ത്യ. ഇമെയിൽ അഡ്രസ് കൊടുക്കുക, പാസ്വേഡ് ഒരു സ്ട്രോങ് ആയ ഒരു പാസ്വേഡ് ഇടുക. 8-15 അക്ഷരത്തിന് ഇതിൻ്റെ ക്രൈറ്റീരിയ നമ്മൾ മീറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പാർട്ട്ണർ കോഡ് ഇടാം. ഇപ്പം എൻ്റെ പാർട്ട്ണർ കോഡ് തന്നെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഡിസ്ക്രിപ്ഷനിൽ തന്നെ എൻ്റെ ലിങ്കും കൊടുക്കാം. നിങ്ങൾക്ക് ആ ലിങ്ക് വഴി നിങ്ങൾക്കിത് തുടങ്ങാവുന്നതുള്ളൂ. ഇപ്പം കണ്ടിന്യൂ കൊടുക്കുകയാണെങ്കിൽ ഡയറക്റ്റ് അക്കൗണ്ട് ക്രിയേറ്റഡ് ആയി. ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് നമുക്ക് ഡെമോ അക്കൗണ്ട് തരും, പിന്നെ റിയൽ അക്കൗണ്ടും തരാം. ഡെമോ അക്കൗണ്ടിന്റെ ഗുണം എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ കയ്യിൽ ക്യാഷ് വേണ്ട പഠിക്കാൻ. നമുക്ക് ഇവരുടെ ഡെമോ അക്കൗണ്ട് വഴി നമുക്ക് ആദ്യം ട്രേഡ് ചെയ്ത് പഠിക്കാം. നമുക്ക് ട്രേഡിങ്ങിന്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഇതിൽ കൂടെ പഠിക്കാൻ പറ്റുന്നതാണ്. റിയൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം പൈസ ഇട്ട് തന്നെ അതിൽ കൂടെ തന്നെ ട്രേഡ് ചെയ്യണം. നമുക്കിപ്പം ഡെമോ അക്കൗണ്ട് കാണിച്ചു തരാം. ഇങ്ങനെയാണ് ഡെമോ അക്കൗണ്ട് വരുന്നത്. ഡെമോ അക്കൗണ്ടിൽ തന്നെ $10,000 നമുക്ക് തരും. ഇന്ത്യൻ മണി വെച്ച് നോക്കുകയാണെങ്കിൽ വലിയൊരു തുകയാണ്. ഇതിലതിപ്പം ഇന്ന് കറൻ്റ്ലി സൺഡേ ആണ്. സോ ഇന്ന് കറൻ്റ്ലി ബിറ്റ് കോയിൻ്റെ മാർക്കറ്റ് ഓപ്പൺ ആണ്. ഡെമോ അക്കൗണ്ടിൽ ഇത്രയാണ് വരുന്നത്. നമുക്ക് എല്ലാ ട്രേഡ്സും ഇതുപോലെ ഡെമോ അക്കൗണ്ട് യൂസ് ചെയ്ത് നമുക്ക് പഠിക്കാൻ സാധിക്കും. നമുക്ക് ട്രേഡ്സ് പ്ലേസ് ചെയ്യാം. ഇത് നമ്മുടെ അക്കൗണ്ടിനെ ബാധിക്കില്ല. ഇതിപ്പോൾ 10,000 വൈപ്പ് ഔട്ട് ആയാലും നമുക്കൊരു പ്രശ്നവുമില്ല. നമുക്ക് അവർ ഫീസ് ചാർജ് ചെയ്യുക ഒന്നും ചെയ്യില്ല. ഇത് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി തരുന്നതാണ്. ഇതിപ്പം എല്ലാം നമ്മുടെ ഇന്ത്യയിലെ പല ബ്രോക്കേഴ്സും ഇങ്ങനൊന്നും ചെയ്യുന്നൊന്നുമില്ല. ബട്ട് പെയ്ഡ് ആയിട്ട് കുറച്ച് വെബ്സൈറ്റ്സ് ഉണ്ട് ഇന്ത്യൻ മാർക്കറ്റിൽ ഇങ്ങനെ പേപ്പർ ട്രേഡ് ചെയ്യാൻ. പേപ്പർ ട്രേഡിംഗ് എന്ന് പറയും. നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടമൊന്നും വരില്ല, എന്നാൽ നമുക്ക് പഠിക്കാനും പറ്റും. നിങ്ങൾ ആലോചിക്കത്തില്ലേ, പൈസ ഇല്ലാതെ ഒന്ന് ട്രേഡ് ചെയ്യാം പഠിക്കാൻ വേണ്ടി, അതിനൊക്കെ ഇത് മതി. ഇപ്പൊ നമ്മൾ ട്രേഡിംഗ് റിയൽ അക്കൗണ്ടിലേക്ക് സ്വിച്ച് ചെയ്തു. റിയൽ അക്കൗണ്ടിൽ പൈസയൊന്നുമില്ല, കാരണം ഇത് നമ്മുടെ റിയൽ അക്കൗണ്ടാണ്. ഇതിനകത്ത് പൈസ ഇട്ടാൽ മാത്രമേ നമുക്ക് ഇതിനകത്ത് ട്രേഡ് ചെയ്യാൻ പറ്റൂ. അതുകൊണ്ട് ഇവിടെ ഓപ്പൺ പൊസിഷൻസും ക്ലോസ്ഡ് ഒന്നുമില്ല, കാരണം നമ്മളിപ്പോൾ ട്രേഡ്സ് ഒന്നും എടുത്തിട്ടില്ല. ഇതിനകത്ത് ഡെപ്പോസിറ്റ് കൊടുക്കാം, വിഡ്രോയിലും കൊടുക്കാം. ഡെപ്പോസിറ്റ് സെക്ഷനിൽ ഞെക്കി കഴിഞ്ഞാൽ നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യാൻ പല ടൈപ്സ് ഉണ്ട്. ലൈക്ക് ടെതറുണ്ട്. പിന്നെ നമുക്ക് മെയിനായിട്ട് ഇപ്പോൾ നോക്കേണ്ടത് UPI ID വഴി നമുക്ക് ഇടാം, UPI QR വഴി ഇടാം, UPI ഡയറക്റ്റ്, UPI സ്കാൻ ആൻഡ് പേ, പിന്നെ ഓൺലൈൻ ബാങ്കും വഴി ഇടാം. മാക്സിമം UPI ID വഴി തന്നെ ഇടാൻ ശ്രമിക്കുക. പിന്നെ നമുക്ക് പൈസ ആദ്യം ഫസ്റ്റ് ടൈം ആയിട്ട് പൈസ ഇടുന്നതിന് മുമ്പ് നമ്മൾ പ്രൊഫൈൽ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. പ്രൊഫൈൽ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് കുറച്ച് ഡീറ്റെയിൽസ് ആഡ് ചെയ്യണം. ആദ്യം നമ്മുടെ മെയിൽ ID കൺഫേം ചെയ്യണം, പിന്നെ നമുക്കൊരു ഫോൺ നമ്പർ കൊടുക്കണം. ഇതൊക്കെ നമുക്ക് ഓരോന്നായി ചെയ്ത് നോക്കാം. ഹെഡ് സ്റ്റാർട്ട് ആണ്. നമുക്ക് ആദ്യം മെയിൽ ID ഒരു OTP പോയിട്ടുണ്ട്, നമുക്കത് നോക്കാം. നമ്മളിപ്പം OTP എടുത്തു. ഫോൺ നമ്പർ നമുക്ക് കൊടുക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഒരു 6 ഡിജിറ്റ് കോഡ് നമ്മുടെ ആ നമ്പറിലേക്ക് ചെല്ലും. ഓക്കെ ഗൈസ്, നമുക്ക് അത്യാവശ്യം നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം ആയി. നമ്മുടെ പേര്, അഡ്രസ്സ്, ഡേറ്റ് ഓഫ് ബർത്തും കാര്യങ്ങളും എല്ലാം കൊടുക്കണം. ഇതിൽ നമ്മൾ ഇൻവെസ്റ്റ്മെന്റോ ഹെഡ്ജിങ്ങോ ഇൻവെസ്റ്റ്മെന്റ് തന്നെ കൊടുക്കാം. നമ്മളോട് ആദ്യം ചോദിക്കും CFD ട്രേഡിംഗ് എക്സ്പീരിയൻസ്. നമ്മൾ ട്രേഡിംഗ് എക്സ്പീരിയൻസ് ചോദിക്കും. നമ്മളിപ്പം ഹാവ് നോട്ട് ട്രേഡഡ് തന്നെ കൊടുക്കാം. ഇതൊക്കെ ടിക്ക് ചെയ്തിട്ടൊക്കെ XNSS എങ്ങനെ അറിഞ്ഞു എന്നൊക്കെ ചോദിക്കുക. ഇതൊക്കെ കുറച്ച് സർവേസ് ഒക്കെ ഉണ്ട്. അത് ജസ്റ്റ് നിങ്ങൾക്ക് ക്ലാസ്സിലായിട്ട് വെരിഫൈ ഐഡന്റിറ്റി കൊടുക്കുക. നമ്മളവിടെ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ കൊടുത്ത പേരായിരിക്കും ഇവിടെ വരുന്നത്. ഇത് നമുക്ക് ഇവിടെ വെച്ച് എഡിറ്റ് ചെയ്യാം, കാരണം നമ്മൾ ഡോക്യുമെന്റ് കൊടുക്കുമ്പോൾ ഉള്ള അതേ പേരായിരിക്കണം ഇവിടെ വരുന്നത്. അപ്ലോഡ് ഡോക്യുമെന്റ്സ് കൊടുത്താൽ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്ന ഡ്രൈവർ ലൈസൻസ്, ആധാർ കാർഡ്, അങ്ങനെ കുറച്ച് നമ്മുടെ അഡ്രസ്സ് വാലിഡ് ആയിട്ട് കാണിക്കുന്ന ഡോക്യുമെന്റ്സ് എല്ലാം നമുക്ക് ഇതിനകത്ത് കാണിക്കാൻ പറ്റും. പാസ്പോർട്ട് കാണിക്കാം, ഡ്രൈവർ ലൈസൻസ് കൊടുക്കാം, ആധാർ കാർഡ് കൊടുക്കാം, ഫ്രണ്ടും ബാക്കും കൊടുക്കണം. ചിലതിൻ്റെ പാസ്പോർട്ടിന്റെ ഫ്രണ്ട് പേജ് മാത്രം മതി. ഡ്രൈവർ ലൈസൻസിന്റെ ഫ്രണ്ടും ബാക്കും വേണം, വോട്ടർ ID വേണം,
പാനിന്റെ ഫ്രണ്ടും വേണം. അഡ്രസ്സ് കറക്റ്റായിട്ടായിരിക്കണം. ഇത് നിങ്ങൾ കൊടുക്കുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അവരുടെ കുറച്ച് ക്രൈറ്റീരിയ ഉണ്ട്. ഇങ്ങനെ ചരിച്ചും തിരിച്ചൊന്നും എടുക്കരുത്, ഇങ്ങനെ തന്നെ നേരെ തന്നെ എടുക്കണം. എന്നിട്ട് ഇത് നിങ്ങൾ ഫ്രണ്ട് ഡോക്യുമെന്റും ഇത് രണ്ടും നിങ്ങൾ അപ്ലോഡ് ചെയ്യുക. ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പ്രൊഫൈലെല്ലാം കംപ്ലീറ്റ് ആയിരിക്കും. പ്രൊഫൈൽ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് വിഡ്രോവൽസും ഡെപ്പോസിറ്റ്സും പ്ലേസ് ചെയ്യാൻ പറ്റും. ഇതാണ് ഒരു റിയൽ ട്രേഡിംഗ് അക്കൗണ്ട് ആണ്. ഇതിനകത്ത് ഇത് ഡെമോ അക്കൗണ്ട് അല്ല. ഡെമോ അക്കൗണ്ട് ഇതൊരു റിയൽ അക്കൗണ്ട് ആണ്. ഇതിനകത്ത് ബാലൻസ് $506 ഉണ്ട്. ഇപ്പൊ കറന്റ് 528 ആയിട്ടുണ്ട്. മാർജിൻ നമുക്കുള്ളത് $99 ആണ്. ഇത് കറന്റ് ഇപ്പൊ ഓപ്പൺ ആയിട്ടിരിക്കുന്ന പൊസിഷൻസ് ആണ്. സോ ഇത്രയാണ് നമുക്ക് സിമ്പിൾ ആയിട്ട് ഒരു അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്താൽ നമുക്ക് ഓൾറെഡി തരുന്നത് ഡെമോ അക്കൗണ്ട് ആയിരിക്കും, പിന്നെ റിയൽ അക്കൗണ്ടും. നമ്മൾ റിയൽ അക്കൗണ്ട് തന്നെ ചൂസ് ചെയ്യുക. നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രം റിയൽ അക്കൗണ്ട് ചൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഡെമോ അക്കൗണ്ടിലേക്ക് തന്നെ പോവുക. ഡെമോ അക്കൗണ്ടിൽ ട്രേഡിംഗ് പഠിച്ചതിന് ശേഷം റിയൽ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുക. ഡോക്യുമെന്റ്സ് വാലിഡ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് വേണം. അത് കൺഫേം ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ ആദ്യത്തെ ഒരു $10 നമുക്ക് മിനിമം ഇൻവെസ്റ്റ് ഇടണം. അക്കൗണ്ടിൽ ഇട്ടാലേ നമുക്ക് ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അതൊരു $915 അറൗണ്ട് ആവും. സോ അത് വെച്ച് നമുക്ക് ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. ചെറിയ തുകയിൽ തന്നെ ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ ചെയ്യുന്ന ഒത്തിരി ആൾക്കാർ എനിക്ക് പേഴ്സണലി അറിയാം. നമുക്ക് സിമ്പിളായി തന്നെ ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് സെക്ഷനിൽ ചോദിക്കാം. ഐ വിൽ ബി ദെയർ. സോ താങ്ക് യു ഗൈസ്.